കുടുംബജീവിതത്തിൽ പല വ്യക്തികളുടെയും പ്രശ്നം എന്ന് പറയുന്നത് അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നതാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകും. കാരണം രണ്ട് ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർ ആഹാരകാര്യങ്ങളിൽ തന്നെ വ്യത്യസ്ത രുചിയിലുള്ള ആഹാരങ്ങൾ കഴിച്ച് വളർന്നവർ, പിന്നെ അതുപോലുള്ള ജീവിത സാഹചര്യങ്ങളും എല്ലാം ഈ രണ്ടുപേരുടെയും വ്യത്യസ്തമായ രീതിയിലാണ്. അതുകൊണ്ട് ഇവരിനി ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുന്ന സമയത്ത് ജീവിതത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികം. എന്നാൽ ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് പരിഹരിക്കാൻ നോക്കേണ്ടതിന് പകരമായി ഈ തർക്കത്തിൻ്റെ ആവശ്യം ഇപ്പം ഇവിടെ ഇല്ലായിരുന്നു, നീയാണ് അതിൻ്റെ കാരണം, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ നീയാണ് വലിച്ചു കൊണ്ടുവന്നത്, അങ്ങനെയും പറഞ്ഞ് തർക്കങ്ങൾ ഉണ്ടാകാം. ഇല്ലെങ്കിൽ ഇങ്ങനെയും സാധ്യതയുണ്ട്, നീ അത് ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യരുതെന്ന് ഞാൻ വിലക്കിയായിരുന്നു, പക്ഷെ അത് കേട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കാതെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ പരിണിത ഫലം അത് തന്നെ അനുഭവിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ടും തർക്കങ്ങളുണ്ടാകും. ഇങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ഇടയിലുള്ള ആ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ആ വഴക്ക് അവിടെ അവസാനിപ്പിച്ച് സന്തോഷത്തോടെ ഒരു ആരംഭം കുറിക്കുന്നില്ല. പറഞ്ഞ് ജയിക്കാനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. ഇവരെന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞ് സ്ഥാപിച്ച് അവർക്കത് ജയിച്ച് കാണിക്കണം. അതാണ് അവരുടെ താല്പര്യം. പക്ഷെ ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ഒരുമിച്ച് ജീവിതം തുടങ്ങാൻ, ജീവിതം ആരംഭിക്കാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് ജീവിക്കുന്നവർ ഇവരുടെ ജീവിതത്തിൽ ആര് ജയിക്കും ആര് തോക്കും എന്ന് പരസ്പരം നോക്കുന്നതിനേക്കാൾ ഇവർ ഒരുമിച്ച് നിന്ന് എങ്ങനെ അവരുടെ കുടുംബജീവിതം വിജയിപ്പിക്കാൻ കഴിയും എന്നാണ് ഓരോ ദമ്പതികളും ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് ജയിക്കാൻ ശ്രമിക്കാതെ നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ആ തെറ്റുകളെ, ആ കുറവുകളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരിക്കണം. ഇന്ന് വഴക്കുണ്ടാക്കാൻ കാരണം അത് ഞാനാണെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് അങ്ങനെ ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് കൊണ്ടാണ് ഇന്നത്തെ ഈ വഴക്കുണ്ടായത്, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറയാനുള്ള ഒരു മനോഭാവം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഭർത്താവ് ചിന്തിക്കുക, ഞാൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്, ഞാൻ ഭർത്താവല്ലേ. ഭാര്യ ചിന്തിക്കുക, ഞാൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നത്, എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്താണ് അവിടെ ആരും ജയിക്കുന്നില്ല. അവരുടെ കുടുംബജീവിതം അവിടെ പരാജയപ്പെട്ടു പോകുന്നത്. ഒരു കുടുംബം പരാജയപ്പെടുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ അവിടെ ഈ ദമ്പതികളല്ല പരാജയപ്പെടുന്നത്, ആ വീട്ടിലെ കുഞ്ഞുങ്ങളാണ് പരാജയപ്പെട്ടു പോകുന്നത്. ആ കുഞ്ഞുങ്ങളുടെ ചിന്തകൾ, ആ കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ, ഇല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കോൺഫിഡൻസ്, ഈ മാതാപിതാക്കൾ തമ്മിൽ തർക്കമുണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാതാപിതാക്കൾ ഒരു നല്ല ചുറ്റുപാട് കുഞ്ഞുങ്ങൾക്കുണ്ടാക്കി കൊടുക്കണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് പരസ്പരം വിട്ടുവീഴ്ചകളും പരസ്പരം ക്ഷമ പറയാനുള്ള മനോഭാവവും, ഒരാൾ ക്ഷമ പറയുന്ന സമയത്ത് അതിനെ അംഗീകരിക്കാനുള്ള മനോഭാവവും കുടുംബജീവിതത്തിൽ ദമ്പസമയത്ത് ആരും തോറ്റുപോകാതെ അവരുടെ കുടുംബം മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദമ്പതികൾ ഒരിക്കലും പങ്കാളിയിൽ നിന്നും അവൻ ക്ഷമ പറയട്ടെ ഇല്ലെങ്കിൽ അവൾ ക്ഷമ പറയട്ടെ എന്ന് കാത്തിരിക്കാതെ ഉണ്ടായ തർക്കം പരിഹരിക്കാൻ നോക്കുക, സന്തോഷത്തോടെ പോകുക.